Hi, good morning, students. Today we are going to study work energy theorem in rotational motion. So let us start the class. In mechanics, the work energy theorem is given by the change in kinetic energy is equal to the work done. So if you take a body and the body is moving from point A to B, so the final kinetic energy minus initial kinetic energy, there is a change in kinetic energy when the body moves from point A to point B is equal to the work done on moving on the body from A to B. So we can say in mathematical terms Kb minus Ka is equal to Wba, where Kb is the kinetic energy at point B, Ka is the kinetic energy at point A, and Wba is the work done on the body from A to B. So we know that the work done can be written as integral f dot dr. So you can see the work done from A to B is equal to integral closed integral Ra to Rb f dot dr. So we can generalize this for a rigid body and show that the work energy theorem divides naturally into two parts, one dealing with translation energy and one dealing with rotational energy. So what I can do is this work energy theorem can be divided into two parts. That means one is for the translation motion, the other is for the rotational motion. അതായത് വർക്ക് എനർജി തിയറം നാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ആ ബോഡിയിൽ ചെയ്യുന്ന വർക്ക് ഡൺ ഈക്വൽ ആയിരിക്കും. പക്ഷെ വർക്ക് ഡണ്ണിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ട്രാൻസ്ലേഷൻ, അതായത് നേർ ദിശയിലുള്ള ചലനം, രണ്ടാമത്തേത് റൊട്ടേഷൻ, കറക്കം. ഈ രണ്ട് മോഷന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് എനർജി തിയറത്തിന് നമുക്ക് പിരിക്കാൻ സാധിക്കും. ആദ്യമായി ട്രാൻസ്ലേഷണൽ പാർട്ടിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണെന്ന് വെച്ചാൽ എഫ് ഇസ് ഇക്വൽ ടു എം ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് എം ഡി വി ബൈ ഡി ടി. സോ ദ വർക്ക് ഡൺ വെൻ ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് ഡിസ്പ്ലേസ്ഡ് ബൈ ഡി ആർ ഇസ് ഇക്വൽ ടു വി ഡി ടി. സോ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എഫിന് പകരം എം എ, ആറിന് പകരം വി ഡി ടി കൊടുക്കാം. സോ ഡി എഫ് ഹാഫ് എം വി സ്ക്വയർ. അപ്പം നമുക്ക് എഫ് ഡോട്ട് ഡി ആറിന് പകരം നമുക്ക് എന്ത് കിട്ടി? ഡി എഫ് ഹാഫ് എം വി സ്ക്വയർ എന്ന് കിട്ടി. കാരണം എഫ് എന്ന് പറയുന്നത് എം എ ആണ്, എം ഇൻറ്റു എ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണ്. പക്ഷെ ഡി ആർ എന്ന് പറയുന്നത് വി ഡി ടി ആണ്, കാരണം വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം, ഡോട്ട് വെലോസിറ്റി ഇൻറ്റു ടൈം. പക്ഷേ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് തന്നെ കിട്ടും, കാരണം എം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വി വേരിയബിൾ ആണ്. വി സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2v കിട്ടും. 2v ഡി വി ബൈ ഡി ടി, 2 ക്യാൻസലായി, അപ്പോൾ വി ഡി വി ബൈ ഡി ടി ആയി. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതിനെ എഫ് ഡോട്ട് ഡി ആറിന് പകരം ഡി എഫ് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾക്ക് ഈ എഫ് ഡോട്ട് ഡി ആറിന് പകരം ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ മാത്രമാവും. എ ടു ബി ആണെങ്കിൽ ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് കിട്ടി എഫ് ഡോട്ട് ഡി ആർ, ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഹാഫ് എം വി ബി സ്ക്വയർ മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ. ഇപ്പോൾ ഇനി നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യാം. So according to work energy theorem, the change in kinetic energy is equal to the work done. So ഇവിടെ നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ്റെ കേസിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്തു. അത് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറിന് തുല്യമാണ്. അങ്ങനെ നമ്മൾ അതേപോലെ നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയെ കുറിച്ച് പറയാം. സോ ഒരു ഫിക്സഡ് ആക്സിസ് റൊട്ടേഷൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോ സീറോ ഇസ് ഈക്വൽ ടു ഐ സീറോ ആൽഫ. ആൽഫ എന്ന് പറയുന്ന ഡി ഒമേഗ ബൈ ഡി ടി. ഇനി നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്നാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഡോ 0 ഡി തീറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഫോഴ്സിന് പകരം ടോർക്ക് കൊടുത്തു, ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം ഡി തീറ്റ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി തീറ്റയ്ക്ക് പകരം ഒമേഗ ഡി ടി കൊടുത്തു, ടോ 0ക്ക് പകരം ഐ ആൽഫ കൊടുത്തു. ഐ ആൽഫ എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ ഡി ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ ഡി എഫ് ഹാഫ് ഐ 0 ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ഡോ 0 ഡി തീറ്റ എന്ന് പറയുന്നത് ഹാഫ് ഐ 0 ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ഹാഫ് ഐ 0 ഒമേഗ സ്ക്വയർ. ബിയും എയും 2 പോയിന്റ് ആണെങ്കിൽ ഹാഫ് ഐ 0 ഒമേഗ ബി സ്ക്വയർ മൈനസ് ഹാഫ് ഐ 0 ഒമേഗ എ സ്ക്വയർ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ഇൻ്റഗ്രൽ ഓൺ ദ ലെഫ്റ്റ് റെപ്രസെൻറ്റ്സ് ദ വർക്ക് ഡൺ ബൈ ദ ടോർക്ക്. അപ്പോൾ ഒരു ടോർക്ക് ചെയ്യുന്ന ജോലിയാണ് ഇൻ്റഗ്രൽ ടോ ഡി തീറ്റ. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കിട്ടിയത് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പോൾ ദ ജനറൽ വർക്ക് എനർജി തിയറം ഫോർ എ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ. പക്ഷേ ഇവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ 0 ഒമേഗ സ്ക്വയർ, where and WBA is the total work done on the body as it moves from the point A to B. അപ്പോൾ ടോട്ടൽ വർക്ക് ഡണ്ണിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് വർക്ക് ഡൺ ഫോർ ട്രാൻസ്ലേഷൻ ആൻഡ് വർക്ക് ഡൺ ഫോർ റൊട്ടേഷൻ. ദാറ്റ് ടു sum of these 2 works is the work WBA, and the kinetic energy is given by half mv square plus half I 0 omega square. So I will show an example. We use a drum rolling down a plane. So the drum has a radius b, uniform angular velocity omega, linear velocity v, and it is descended at a height h. Inclined plane at a height h ആണ്, angle of inclination beta ആണ്. അപ്പോൾ moment of inertia എന്ന് പറയുന്നത് mb square by 2 ആണ്. So here in the second diagram you can see the weight W acting downward, and the normal is acting perpendicular to the surface because it is an inclined plane. But even though it is an inclined plane, the weight will be vertically all the time, but the normal will be perpendicular to the surface. So the angle between the normal and the weight is beta. So similarly you can see the height of the inclined plane is h. This is what the height of the inclined plane. So we have the forces on the drum are shown in the sketch. Now the energy equation for the translation motion is, as we have studied in the previous section, the work energy theorem. Work done is A to V integral A to V f dot dr, that is change in kinetic energy, half mv b square minus half mv va square. So you can see from the diagram the work done in this case integral f dot dr will be the total work. The total work is, you can see the net force. So what is the net force here? W sine beta minus f. So the f is the frictional force acting upwards the inclined plane, and W sine theta is the component of the weight that is acting opposite to the friction along the surface. So the net force is, since it is rolling downward, W sine theta is more. So W sine theta minus f is the net force, and that into it is acting along the line from the point A to B. The length is L. So W sine theta minus f into L will be the total work done, and that is equal to the change in kinetic energy. So that is half m v square. So here you can see from the triangle L sine beta is L by h by L. So you will get sine beta is h by L. So you will get L is equal to h by sine theta, sine beta. So that is the displacement of the center of mass as the drum descends the height h. So the rotational motion, the energy equation for the rotational motion is integral theta a to theta b tau d theta. So that is half I 0 omega b square minus half I 0 omega a square. So here we can say the integral tau d theta can be written as f b theta. That is the friction is causing the torque, and the distance b theta is the radius vector of the torque.
So that is equal to half I0 omega square, where theta is the rotation angle about the center of mass. So for rolling without slipping, B theta is equal to L. So that will become FL is equal to half I0 omega square. So that means we also have omega is equal to V by B. Because the velocity is r omega, so here the radius is b, so that means omega is v by b. So here instead of omega I'll put v by b, so it will be half I0 v square by b square. So that is what the torque work done by the torque. So the torque is F into L, because the friction is causing the force that causing the torque, and the torque is acting through the radius vector L. So F into L is half I0 omega square, so half I0 v square by b square. So this is what the relation between the work and the kinetic energy. So again use this equation to eliminate F. So equation 1, you can see the equation 1, this is equation 1. So W sin beta minus F is into L is half mv square. So what I am doing is WH, you can see instead of F, what I am putting is I am putting the value of F from this equation 1. So F will be half mv square by L W sin beta minus half mv square by L. So please do these steps in between this, and you get the relation WH is equal to half I0 by b square plus m into v square. So you put the value of I0, that is mr square by 2, so that will become mb square by 2, so b square cut out, so we'll get m by 2 plus m 3 by 2 m. The 3 by 2 into 1 by 2 is 3 by 4 mv square. So again the velocity is root of 4 gh by 3. So this is a wonderful derivation using the energy method of a rolling drum. So what is the interesting point in this example is that the frictional force is not dissipative. The frictional force decreases the translation energy by an amount FL. So the torque exerted by friction increases the rotation energy by the same amount. In this motion, friction simply transforms the mechanical energy from one mode to another. Suppose if slipping occurs, there is no longer the case and some of the mechanical energy is dissipated as heat. അതായത് ഇവിടെ നമ്മൾ എനർജി മെത്തേഡ് ഉപയോഗിച്ച് ഡ്രമ്മിൻ്റെ കേസ് ഡിറൈവ് ചെയ്യുകയാണ്. ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഒരു ഡ്രം ഉണ്ട്. ഡ്രം ഒരു ഇൻക്ലൈൻ പ്ലെയിനിലാണ്, ഒരു ചരിവിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സ്ലിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുത്തെ വെയിറ്റുകൾ നോക്കാം. ഒന്നാമത് ഈ സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിലാണ്, ഡ്രമ്മിൻ്റെ സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്ന് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ് W വെയിറ്റ് ആക്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഇൻക്ലൈൻ പ്ലെയിനും ഈ ഡ്രമ്മിൻ്റെ സർഫസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നു. ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിളാണ് ബീറ്റ. ഈ ബീറ്റ ആംഗിൾ ഇതേപോലെ തന്നെ രണ്ട് വെക്ടേഴ്സ് നമുക്ക് സങ്കല്പിക്കാം. ഒന്ന് the displacement L displacement, then height of the inclined plane H. So again this angle beta will be equal to this beta, so sin beta is H by L. ഇനി നമ്മൾക്ക് ട്രാൻസ്ലേഷൻ മോഷനെ കുറിച്ച് പറയാം. അപ്പോൾ വർക്ക് ഡൺ ആദ്യം കണ്ടുപിടിക്കണം. ഈ ദൂരം കൊണ്ട് ചെയ്യേണ്ട വർക്ക് എത്രയായിരിക്കും എന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സിനെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഫോഴ്സ് മുകളിലോട്ടാണ്, മോഷൻ്റെ ഡയറക്ഷണൽ ഫോഴ്സ് W sin ബീറ്റ ആണ്. അപ്പോൾ W sin ബീറ്റ മൈനസ് F ആയിരിക്കും നെറ്റ് ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മോഷൻ്റെ ഡയറക്ഷനിൽ W sin ബീറ്റ മൈനസ് F ആണ് ടോട്ടൽ ഫോഴ്സ്. അതിനെ L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വർക്ക് കിട്ടി. ആ വർക്കാണ് ഹാഫ് mv സ്ക്വയർ. കാരണം ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് സങ്കല്പിച്ചു. അപ്പോൾ ഫൈനൽ വെലോസിറ്റി v ആണെങ്കിൽ ഹാഫ് mv സ്ക്വയർ. ഇനി സൈൻ ബീറ്റ എന്ന് പറയുന്നത് H ബൈ L ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ Lന് പകരം H ബൈ സൈൻ ബീറ്റ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ W സൈൻ ബീറ്റ ഇൻറ്റു H ബൈ സൈൻ ബീറ്റ, അപ്പോൾ WH എന്ന് കിട്ടും. ഇനി അടുത്തതായി റൊട്ടേഷണൽ മോഷനെ കുറിച്ച് പറയാം. അഗെയിൻ ദ വർക്ക് ഡൺ ബൈ ദ ടോർക്ക് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. പക്ഷേ ഈ കേസിൽ ഇനിഷ്യലി സ്റ്റാർട്ടിംഗ് ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി 0 ആണെന്ന് അസ്യൂം ചെയ്തു. ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ ഹാഫ് I0 ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ടോർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ദ റേഡിയസ് ഇൻറ്റു തീറ്റ, അത് B ഇൻറ്റു തീറ്റ, അതാണ് ആർക്ക് ലെങ്ത്.
perpendicular distance between the force, frictional force and the center of mass. ഇനി ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബി തീറ്റയെ എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എഫ് എൽ ഈസ് ഇക്വൽ ടു ഹാഫ് I0 ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. പക്ഷേ ഒമേഗയ്ക്ക് പകരം വി ബൈ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവസാനം എഫ് എൽ സമം ഹാഫ് I0 ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് കിട്ടി. ഇനി യൂസ് ദിസ് ഇൻ ഇക്വേഷൻ 1 ടു എലിമിനേറ്റ് എഫ്. അപ്പോൾ ഈ റിലേഷന് എഫ് എല്ലിൻ്റെ വാല്യൂവിനെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഉണ്ടോ, ഇവിടെ എഫ് എൽ ഉണ്ട്, ഡബ്ല്യു സൈൻ ബീറ്റ മൈനസ് എഫ് എൽ. അപ്പോൾ എഫ് എല്ലിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഹാഫ് I0 ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ, ഹാഫ് I0 ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ, ബി സ്ക്വയർ കോമൺ എടുത്ത് പ്ലസ് ഹാഫ് എം ബി സ്ക്വയർ. അവസാനം നമുക്ക് 3/4 എം ബി സ്ക്വയർ എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. കാരണം ഇവിടെ ഡബ്ല്യു എച്ച് ആണ്, വി ഈസ് ഈക്വൽ ടു the total work done, or V is equal to 4gh. This is W എന്ന് പറയുന്ന വെയിറ്റ് ആണ്, എം ജി ആണ്. അപ്പോൾ എം ജി എം കട്ടായി പോയി. അപ്പോൾ ജി എച്ച്, ഇവിടെ എച്ച് ഓൾറെഡി ഉണ്ട്, ബൈ 3, 4gh by 3. That is the velocity of the drum rolling without slipping in an inclined plane. So that we come to the end of this section.